നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. പുറത്തിറങ്ങാനാ പറഞ്ഞ നിന്നെ ചവിട്ടി ഇറക്കുന്നതിന് മുമ്പ് നീയായിട്ട് തന്നെ ഇറങ്ങിക്കോ. വിശ്വാസ് സാർ ബാങ്കിൽ പോയിരിക്കുക. സാറൊന്ന് വന്നോട്ടെ അർജുൻ, വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. തീരുമാനം ഞാനെടുക്കും. ഇവിടെ ഇപ്പൊ ഈ നിമിഷം ഇവിടെ ഇറക്കി വിടും. അങ്ങളെ അച്ഛനെ വിളിക്കും. നോക്കി നിൽക്കാതെ ഇറങ്ങി പോകാനാ പറഞ്ഞത്. എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. എന്ത്? നിനക്ക് എന്താ പറയാനുള്ളത്? നിനക്ക് പറയാനുള്ളത് ആ ജയിലിലുള്ളവരെ എനിക്ക് കേൾക്കുള്ളൂ. നിന്റെ ലോകം ഇനി അതാ. അല്ലേ ചേച്ചി? ഇവളുടെ ബാഗ് സാധനം എന്താന്ന് വെച്ചെടുത്ത് വെക്കും. നീ ഇറങ്ങ. അർജുൻ, അച്ഛൻ ഇപ്പൊ വരും. അച്ഛൻ വന്നിട്ട് ഇറങ്ങാം. അച്ഛനോ? ആരടി നിന്റെ അച്ഛൻ? ഇവിടെ ഉള്ളത് പൂജയുടെ അച്ഛനാ. നിന്നോട് എനിക്ക് വിശദീകരിക്കാനൊന്നും സമയമില്ല. സ്നേഹസ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ചിറക്കിയിരിക്കും. അച്ഛൻ എന്നെ ഇവിടെ നിർത്തിയത്. അച്ഛൻ പറയണ്ടേ, ഞാൻ പോവില്ല. നീ പോവില്ലല്ലേ? മറ്റാര് പറഞ്ഞാലും ഞാൻ പോവില്ല. അർജുൻ, അച്ഛനൊന്ന് വന്നോട്ടെ. അച്ഛൻ ക്ഷമിക്കും. അച്ഛൻ പറഞ്ഞ അടുത്ത നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങും. അടുത്ത നിമിഷമൊന്നും നീ ഇറങ്ങണ്ട. ഈ നിമിഷം തന്നെ ഞാൻ നിന്നെ ഇറക്കിക്കോളാം. ഇങ്ങോട്ട് ഇറങ്ങടി. അർജുൻ മോനെ, വേണ്ട. ഇറങ്ങോട്ട് ഇറങ്ങി. അവിടുന്ന് ഈ സ്നേഹസ്ഥാനത്തിൽ നിന്നല്ല, ഈ നാട്ടിൽ തന്നെ അങ്ങോട്ടെങ്കിലും പൊയ്ക്കണം. ജീവൻ വേണമെങ്കിൽ പൊക്കോ അവിടുന്ന്. അർജുൻ പ്ലീസ്, നീ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നിൽക്കില്ല. കാര്യങ്ങൾ വിചാരിച്ച പോലെ നിൽക്കണ്ട. എത്ര പേരുടെ ജീവിതം തകർത്തിട്ട് അവള് നിൽക്കുന്നേ. എന്നിട്ട് എല്ലാവരും ചേർന്ന് ഇവളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവത്തെ. ഇവൾക്ക് വേണ്ടി വാദിക്കാൻ അങ്കിളിനും മല്ലി ചേച്ചിക്ക് നാണമില്ലേ? എടി, നിന്നോട് പോരാ പറഞ്ഞ പറഞ്ഞില്ലേ? അച്ഛൻ വന്നോട്ടെ, ഞാൻ പൊക്കോളാം. നിന്റെ ഒരു അച്ഛൻ ഞാൻ പറഞ്ഞില്ല. ഇറങ്ങിപ്പോടി. അച്ഛാ, അർജുൻ എന്നോട് ഇറങ്ങി പോവാൻ പറയണു. അച്ഛന്റെ ദേഹത്തോടെ അവളെ സമ്മതിക്കരുത്. അവളെ പറഞ്ഞേക്ക്. അയക്കാം. അർജുൻ വാ, നമുക്ക് അകത്ത് പോവാം. നമുക്ക് അകത്തേക്ക് പോവാം. പക്ഷേ ഇവിടെ അകത്ത് കയറ്റാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അർജുൻ ഒരു വക്കീലല്ലേ? ഒരു കേസിൽ പ്രതിക്ക് സംസാരിക്കാനുള്ള അനുവാദമുണ്ടല്ലോ. ഇങ്ങനെ പുറത്തു നിന്ന് ഒച്ച വെക്കുന്നത് സ്നേഹസദനത്തിൽ ചേർന്നതല്ല. അർജുൻ അകത്ത് വാ, നമുക്ക് സംസാരിക്കാം. വാ മോളെ.